ആ വല്ലപ്പോഴെങ്കിലും ഈ വിരിയൊന്ന് തട്ടിക്കുടഞ്ഞിട്ടാ കൊള്ളാം. നിറച്ചും പൊടിയാ. ആ അല്ല പറഞ്ഞിട്ടെന്തവാ, വായിലെ വെള്ളം പറ്റും. മച്ചി നിറച്ചും പൊടിയാ. വാരിയും കഴുക്കോലും എല്ലാം പൂതരിച്ച് നിൽക്കുക. മണ്ണ് വീഴുന്നതിന് എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്നാ? കുടഞ്ഞിട്ടേച്ച് തീരുമ്പോഴേക്ക് നിറച്ച് പൊടി വീണ് കിടക്കുന്ന കാണാം. പെര കെട്ടി മേയണം. അതിനു മുമ്പേ വാരിയും കഴുക്കോലും എല്ലാം മാറണം. എന്തെങ്കിലും പറയുമ്പോ ഉടനെ കിടന്നാലെങ്ങനാ? പെര കെട്ടി മേയേണ്ട കാര്യം പറയാനെ കൊണ്ട് 3 ദിവസമായിട്ട് നടക്കുക. ആളിനെ കണ്ണിന്റെ വെട്ടത്ത് കണ്ടേച്ചും വേണ്ടായോ പറയാൻ? മിണ്ടാതിരുന്നേച്ചും കാര്യമുണ്ടോ? എന്തെങ്കിലും സമാധാനം വേണ്ടായോ? അല്ലേ ഇപ്പൊ പറയേണ്ട സമാധാനം എന്താ? ഈ പാതിരാക്കിനി പെരകെട്ടിമേയാൻ ഞാൻ കയറാം അല്ലേ? ഓരോന്ന് പറയുന്നേ. ആരും എങ്ങും കയറുന്നതിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് മാറ്, ഞാൻ കിടക്കട്ടെ. എനിക്കൊരു കൂട്ടം പറയാനുണ്ട്, അത് കേട്ടേച്ച് കിടക്ക്. കീവരീച്ചായം പറയുന്ന കൂട്ടാന്നേ രാജൻ കുഞ്ഞു വന്ന പോകുന്നതിന് മുമ്പ് കെട്ട് നടത്തേണ്ടി വരുവേ. കെട്ട് നടത്തണമെന്ന് പറയുന്നതല്ലാതെ നമ്മൾ വല്ല തരവും നോക്കിയിട്ടുണ്ടോ അതിന്? ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല, അതിനുവേണ്ടി മനസ്സിൽ വല്ലതും കണ്ടിട്ടുണ്ടോന്നാ. ഞാൻ ചോദിച്ചത് കേൾക്കുന്നില്ലയോ? വല്ലോ മനസ്സിൽ കണ്ടിട്ടുണ്ടോന്ന്? നീ പേടിക്കണ്ട. ഏതായാലും നിന്റെ അങ്ങൂന്ന് എടുത്തോണ്ട് വെച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിലും നിനക്ക് മനസ്സാളുന്നതിന്റെ കാര്യം എന്തുവാന്നാ? രാജനെ ഞാൻ വേറെയായിട്ട് കണ്ടെന്നല്ലയോ പറഞ്ഞെന്റെ അർത്ഥം? പാതിരാക്ക് എഴുന്നേറ്റിരുന്ന അർത്ഥവും അനർത്ഥവും നോക്കാൻ പറ്റിയ ഇടപാട് കണ്ടില്ലയോ? പകല് മുഴുവനും ഓരോ പരിപാടിയാ. നേരെ ഉരുട്ടിയാ ഇച്ചിരി കണ്ണടക്കാനെ കൊണ്ട് കുടിവെന്ന അതിന് പറ്റത്തില്ലെന്ന് വെച്ചാ. എനിക്കെന്റെ കണ്ണടഞ്ഞു വരുന്നു. രാജനെ ഞാൻ പറ്റില്ലേലും എനിക്കെന്റെ മോൻ തന്നെയല്ലോ അവൻ. എന്നെ കൊച്ചമ്മയെന്ന് വിളിച്ചിട്ടുള്ളൂ അവൻ. അവൻ പെറ്റമ്മയുടെ സ്ഥാനത്ത് എന്നെ കണ്ട് എന്റെ കുടുംബത്തിലെ കാര്യം പറഞ്ഞല്ലോ, അവന് വേണ്ടി തൊടത്തില്ലെന്ന്. അപ്പൊ അവന് വേണ്ടിയുള്ള എന്റെ വേവിനും വിയർപ്പിനും നിങ്ങൾക്ക് കണക്ക് പറയാനൊക്കോ? പറയുമ്പോഴും പറയണമല്ലോ, അതും പറയണമല്ലോ. പൂങ്കണ്ണീര് വഴിക്കുന്ന കണ്ടില്ലയോ? വീട് പൊളിഞ്ഞും വാരിയും കിടക്കുക. ഒരു പെണ്ണിനെ കൊണ്ട് നിർത്താൻ പറ്റിയ ഇടവാന്നോ എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണോ ഇത്? പെണ്ണിനും ചെറുക്കനും കൂടി കിടക്കാൻ പറ്റിയ ഒരു മുറിയുണ്ടോ ഈ വീട്ടിൽ? ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാരും കൂടെ തിണ്ണയ്ക്ക് ഇറങ്ങി കിടക്കാം. പലപ്പോഴായിട്ട് ചെയ്യാനെ കൊണ്ട് കായ അയച്ചു തന്നേ അവൻ. എന്നുവെച്ച് വല്ലതും ചെയ്തോ? ചോദിച്ചൂടെങ്കിൽ പിന്നെ ഞാൻ എന്തോയിനാ? നിർത്താനല്ലോടി പറഞ്ഞേ. അല്ലേ എത്രയെന്ന് പറഞ്ഞ കേട്ടോണ്ട് കിടക്കുന്നേ? പാതിരാത്രിക്കല്ലേ ഒഴിച്ചിരുന്നു ദുർബോധന. നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചല്ലോ ഞാൻ ജീവിക്കുന്നേ. എന്റെ കൊച്ചന് അലോട്ട്മെന്റ് അയക്കുന്നേ എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യും. അതിന്റെ കണക്ക് ചോദിക്കാൻ നിന്നെ ആരാടി ഏൽപ്പിച്ചേക്കുന്നേ? മനുഷ്യന് നാളെ കാലത്ത് പള്ളിക്കമ്മിറ്റിയാ. നായ്ക്ക് പല്ലുണ്ടെന്നും പറഞ്ഞേ തോട്ടിക്കൂടെ കുന്തിച്ചു പോകുന്നതിനെ കയറി കടിച്ചാലോ? അല്ലേ
ഒരു മണി ഓർഡർ ഫോറും കൂടെ. ശരി. അല്ലേ കുഞ്ഞുകർക്കും മാപ്പിള എന്തുവാ കല്ലേ കൊത്തി കൂട്ടിരിക്കുന്നേ? ഓ എന്തവാ ഒന്നുമില്ലെന്നേ, നമുക്കൊക്കെ എന്തുവാ വിശേഷം? പിന്നെ നമുക്കാ വിശേഷം. കുഞ്ഞേർക്കം മാപ്പിള പോയില്ലയോ? മാഷ് വരാ ഇച്ചിരി താമസിക്കും, പോയച്ചും വന്നാ മതി. എടാ പാപ്പി, അങ്ങേര് വരാതിരിക്കത്തില്ലല്ലോ. ആണ്ടേ 1 മണി കഴിയുമ്പോഴേ വരത്തുള്ളൂ. മാഷ് പെമ്പിളെ വൈദ്യരെ കാണിക്കാൻ പോയിക്കുവാ. ഇനി ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ചോറും കഴിച്ചേ ഇറങ്ങത്തുള്ളൂ. എഴുത്തെഴുതാനാന്ന് ഇങ്ങിതാ, ഞാൻ എഴുതി തരാമല്ലോ. അതിനും വേണ്ടി കുത്തി ഇരുന്ന് നേരം വെളുപ്പിക്കണ്ടല്ലോ. എന്തുവാ പാപ്പിയെ? എടാ ഞാൻ 30 പൈസ കൊടുത്ത് വാങ്ങുന്നയാ ഇല്ലെൻ്റെ. ആന്നേ, നീ തന്നെ പറഞ്ഞോണ്ടാട്ടെ. ആന്നു 30 പൈസയാ. എനിക്ക് എഴുത്തറിയാൻ വയ്യ, നേരെ. ഇല്ലെൻ്റെ 30 പൈസ ആയതുകൊണ്ടാ അക്ഷരം അറിയാത്ത ഞാൻ എഴുത്തെഴുതാത്ത. എന്നിട്ട് എൻ്റെ 30 പൈസ കൊടുത്ത് വാങ്ങിയതേ കുഴിയാന നടക്കുന്നതിൻ്റെ കൂട്ട് നിനക്ക് വരയ്ക്കണോ? ആ ഇച്ചിരി താമസിച്ചാലും കൊള്ളാം. ചൊവ്വേ നേരെ എഴുത്തറിയാവുന്നവരാരേലും വരട്ടെ. ഓ എന്നാ അങ്ങനെ ആട്ടെ. ആണ്ടെ വന്നല്ലോ. എന്നാ പിന്നെ ജോണിക്കുട്ടിയോട് പറഞ്ഞാട്ടെ. ഓ ജോണിക്കുട്ടിയെ ഒന്ന് വേഗം വാ. എന്തുവാ? കുഞ്ഞിറക്കുനുപ്പാപ്പൻ എന്തുവാ? ഒരു മണി ഓർഡർ ഫോം വേണം. ആ ഉപ്പാപ്പനെ ബോംബെയിലുള്ള മോൻ എഴുത്തെഴുതാനെ കൊണ്ട് ഇല്ലൻറ്റും വാങ്ങിയേ ചിരിക്കുക. ആണ്ട കുഞ്ഞ് ആ എഴുത്തൊന്ന് എഴുതി കൊടുത്താട്ടെ. ആ അത് ശരി. അപ്പം അതാ കാര്യം. ഉപ്പാപ്പൻ ഇരുന്നാട്ടെ, ഞാനതൊന്ന് അയച്ചയച്ചു വരാം. അല്ലേ ഉപ്പാപ്പൻ പോവാന്നോ? ആ ഇല്ലെൻ്റെ എടുത്തോണ്ടാട്ടെ. അങ്ങോട്ട് കൊടുത്തോണ്ടാട്ടെ കുഞ്ഞീർക്ക് മാപ്പിളെ, വേറെ ആരും അല്ലല്ലോ, നിങ്ങളുടെ സ്വന്തം അല്ലയോ. ദാ ആ പള്ളി പള്ളി പള്ളിക്കരെ വീട് മാന്നാറ് പോസ്റ്റ് അല്ലയോ? അല്ലേ മാന്നാത്ത് ആരാ കുഞ്ഞേ? ഇന്നാളെ അയച്ചല്ലോ മാന്നാത്തോട്ട്. ആളെ പറഞ്ഞാൽ ഇയാളെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുവോ? മണി ഓർഡറേലും എഴുത്തേലും വിലാസം എഴുതുന്നേ അത് നേരായിട്ട് വേണ്ടാക്കി കിട്ടാൻ വേണ്ടിയാ, അല്ലാതെ അഞ്ചൽ ഓഫീസിലെ ശിപായിക്ക് ആളെ അളീനെ അറിയിക്കാനായി കൊണ്ടല്ല. മനസ്സിലായോ? ആ ബാക്കി എടുക്ക. രസീതി വേണ്ടായോ? ആ വെച്ചേരെ, വാങ്ങിച്ചോളാം. ആ ഉപ്പാപ്പാ അതിങ്ങന്നേ. വേണ്ടടാ ജോണിക്കുട്ടിയെ, ഞാൻ പിന്നെ അയച്ചോളാം. അതെന്തിനാ ഉപ്പാപ്പാ, അതിങ്ങ എന്നാട്ടെ. ദേ ഒരു ഇച്ചിരി കണ്ട കടലാസാ, 30 പൈസ കൊടുത്താലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടേ തെറ്റാതെ എഴുതണം. ഇത്തിരി കണ്ടമായാൽ എന്താ ഉപ്പാപ്പാ? ഉപ്പാപ്പൻ എഴുതുന്നത് ഡാനിയാച്ചൻ ബോംബെ ഇരുന്ന് വായിക്കുവേ. ആ പറഞ്ഞോണ്ടാട്ടെ. ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. മകൻ ദാനിക്കുട്ടി അറിയാൻ അപ്പൻ എഴുതുന്നത് എന്തെന്നാൽ, മകൻ ഡാനിക്കുട്ടി അറിയാൻ അപ്പൻ എഴുതുന്നത് എന്തെന്നാൽ 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 ഉപ്പാപ്പൻ പറഞ്ഞോണ്ടാട്ടെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്നു. എല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്നു. പിന്നെ എല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്നു. കഴിയുന്നു അതല്ലയോ എഴുതിയേ? എഴുതിയോ? എന്നാ അടുത്തത്. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിന്റെ അമ്മച്ചിക്കും ഓടപ്പറന്നവന്മാർക്കും ചേയക്കാർക്കും എല്ലാം സുഖവാ.
വല്യപ്പച്ചനും ദീനം മാറി വരുന്നു. വല്യപ്പച്ചനും ദീനം മാറി വരുന്നു. ഇവിടെ വലിയ ചൂടാ. ഇടയ്ക്കൊരു മഴ പെയ്ത്. എന്നാലും നടിയിൽ താമസിക്കുമെന്നാ തോന്നുന്നത്. കീച്ചേരിത്തറ മഴയില്ലാത്തതുകൊണ്ട് കാളയെ നടത്തിക്കാനും പറ്റത്തില്ല. മണ്ണ് ഉറച്ചു കിടക്കുമല്ലയോ. ഉപ്പാപ്പ, ഉപ്പാപ്പനല്ലയോ പറഞ്ഞേ ഈ ഇച്ചിരക്കണ്ണം പേപ്പറിന് 30 പൈസയാന്ന്. 30 പൈസ കൊടുത്തേച്ച് ഈ നാട്ടുവർത്താനം എഴുതുവാന്നു. നല്ല കാര്യമായിപ്പോയി. ഫസ്റ്റ് ആ എന്നാ എഴുതിയേട്ടെന്ന്. നീ കഴിഞ്ഞ തവണ വിട്ട് എഴുതി പറഞ്ഞ പോലെ പരിമലെ മാത്തം മുതലാളിയെയും എടപ്പോളിലെ ജോസഫിനെയല്ല അപ്പം തന്നെ. അപ്പൻ തന്നെ അല്ലേ, അത് വേണ്ട, അതങ്ങ് വെട്ടിയേര്. ഫസ്റ്റ് ഉപ്പാപ്പ 30 പൈസ ഇപ്പം തന്നെ 10 തീർന്നേ. ആ നീ എഴുത്. പിന്നെ അപ്പനൊരു വിഷമമുള്ളത് കൂടി നീ അറിയണം. കഴിഞ്ഞ മാസം അയച്ചു തന്ന പണം മൊത്തവും തീർന്നു പോയി. പഴയ കുളത്തിലെ കട മൊത്തത്തിൽ 60 രൂപ കൊടുത്ത്. ഇനിയും പറ്റ് ബാക്കി 39 രൂപ വരും. കൊയ്ത്തും കറ്റേടിയും പാറ്റും തൂറ്റും എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് 14 രൂപ. എന്നാ വല്ലതും ഉണ്ടോ? അളവും വകയെടുപ്പും കഴിഞ്ഞപ്പോൾ തികച്ച് 5 പറയില്ല. നിന്റെ അമ്മച്ചയ്ക്ക് തീരം വന്നാറേ മരുന്നിനെല്ലാം കൂടെ 10 രൂപ കവിഞ്ഞ്. പിന്നെ മേശരിക്കും കട്ടക്കാരിക്കും കൂടെ 40 രൂപ. കട്ട ഇടമലയെന്ന് കൊണ്ടുവന്ന് വള്ളത്തി ഇറക്കുന്നതിന് വേറെ 5 രൂപ. നീ അയച്ചു തന്നേല് 130 തീർന്നേച്ച് പിന്നെ 20 രൂപയായി. പഴയ കുളത്തിലെ പറ്റ് ബാക്കിയും മുമ്പേ പറഞ്ഞ 39 കൂടിയ മൊത്തത്തിൽ 59 രൂപ കൈപ്പുറം നിൽക്കുക. പലിശക്കാരൻ്റെ കായനെ 3 ഇരട്ടിയാ കോണം. ഉപ്പാപ്പോ, ഓ അല്ലേ ഇങ്ങനെ കമ്പി അടിക്കുന്നതിന്റെ കൂട്ട് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എഴുതുന്നേ? അപ്പം നീയൊന്നും എഴുതിയില്ലയോ? ഫസ്റ്റ് എഴുതുന്ന എങ്ങനെയാ? ആ എന്നാ പോട്ടെ, എഴുതണ്ട. ഞാൻ പിന്നെ എന്തെങ്കിലും ചെയ്തേക്കാം. ദേ ആ കടലാസും കാട്ടെ. അല്ലേ നില്ലുപ്പാപ്പ. അതെന്താവാ ഉപ്പാപ്പൻ പറഞ്ഞതെല്ലാം കൂടെ ഞാൻ അങ്ങ് ചുരുക്കി എഴുതേക്കാം, പോരായോ? ഉപ്പാപ്പൻ എന്താ വേണ്ടേ? ഡാനിച്ചായൻ 59 രൂപ ഇത്തവണ കൂടുതൽ അയക്കണം. അത്രേ ഉള്ളല്ലോ. ആണ്ടേ ഇപ്പം എഴുതി തരാവേ. ആ എല്ലാം കൂടെ ഒരു 59 രൂപ ഈ മാസം പറ്റ് ബാക്കിയായിട്ടുണ്ടായിരുന്നു, അല്ലയോ? അതിപ്പോ എന്തോ ചെയ്യുന്നു വിചാരിച്ചപ്പോഴാ കാലായിലെ പിലിപ്പോച്ചൻ്റെ കൊച്ചൻ ജോണിക്കുട്ടി 200 രൂപ കൊണ്ട് തന്നത്. ഉള്ളപ്പം മതി തിരിച്ചെന്നും പറഞ്ഞു. അതുകൊണ്ട് നീ ഈ മാസം കായ് അയച്ചില്ലേലും ഒന്നുമില്ല. എഴുതി കഴിഞ്ഞോ? ആ എന്നാ അടിക്കാട്ടെ, എഴുതിക്കാട്ടെ. ദൈവത്തിന് നന്ദി എന്ന് സ്വന്തം അപ്പൻ. ദൈവത്തിന് നന്ദി എന്ന് സ്വന്തം അപ്പൻ. ആ ആണ്ട് പാപ്പ ഒട്ടിച്ചങ്ങ് ഇട്ടേച്ചോണ്ടാട്ടെ. ഇങ്ങോട്ടെ. എന്നാ പിന്നെ ഞാൻ പോട്ടോ പാപ്പ. 30 പൈസയുടെ കടലാസ് ഉണ്ടാക്കണ പണിയേ.
കുട്ടിയമ്മേ, എന്താ ഇച്ചായി? ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കും. ചിലപ്പോ തോന്നും വേണ്ടെന്ന്. ഇനിയിപ്പോഴ് നീട്ടി വെച്ചിട്ട് കാര്യമില്ല. അതാ. എന്താ വായിച്ചായി? ദീനം പിടിച്ച എനിക്ക് എല്ലാരെയും നിന്നും മാറി മാറി നിന്ന് ശീലിച്ചയാ. അതുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ കാര്യമേ അറിയത്തുള്ളായിരുന്നു. ഇതേവരെ ചോദിക്കാൻ തോന്നാതിരുന്നതിൻ്റെ കാരണവും അതാ. ഇനിയും ചോദിച്ചില്ലേ അത് മനസ്സിൽ കിടക്കും. ഇച്ചായിക്ക് എന്തേലും വയ്യായിക ഉണ്ടോ? ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. ഇന്നാള് ഗ്രേസി ടീച്ചർ വന്നപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നത് അപ്പുറത്തെ മുറിയിൽ നിന്ന് ഞാൻ കേട്ടതാ. നിന്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരാൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് നിന്റെ ജീവിതം നിനക്കുള്ളതാ. അതിന്റെ വില നിനക്കേ കാണത്തുള്ളൂ. പാഴ്ചെടിയ വിളക്കി വളവാകേണ്ട, അല്ലാതെ. ഇച്ചായി, സ്വന്തം വീട്ടില് ഇച്ചിരി അനന്ന വെള്ളത്തിന് നോക്കി കിടക്കേണ്ടി വരരുത് നിനക്ക്. അതുകൊണ്ട് പറയുമെന്ന് കൂട്ടിക്കോ. ഇച്ചായി, അത് എനിക്കെല്ലാം ആലോചിക്കണ്ടായോ? അല്ലാതെ ചിലപ്പം ഈ വീടിന് നീ വിചാരിക്കുന്ന പോലത്തെ ഉറപ്പൊന്നും കാണത്തില്ല. നിനക്ക് എന്നെക്കായും വിവരവും പഠിപ്പും ഉണ്ട്. നീ തന്നെ ആലോചിക്കണം. നീ തന്നെ തീരുമാനം എടുക്കാൻ വേണം. പണ്ട് എന്നെ കൊണ്ട് വിട്ടേച്ചു പോകുമ്പോഴ് എന്റെ കഴുത്തി മിന്നി കെട്ടിയ കോഴഞ്ചേരിക്കാരന് ഞാൻ അഴിച്ച് നീട്ടിയ ഈ മാലയും വളയും. സ്വർണത്തിനും കാണും ഈ ദീനമെന്ന് വിചാരിച്ചായിരിക്കും അയാൾ ഇത് കൈകൊണ്ട് തൊട്ടില്ല. ഇറങ്ങിപ്പോകുമ്പോഴ് എന്റെ മുഖത്തും നോക്കിയില്ല. ഞാൻ കരയൊന്ന് കണ്ടായിരിക്കും അയാൾ ഇറങ്ങുമ്പോഴ് തിരിഞ്ഞു നോക്കിയ പോലും ഇല്ല. ഈ പടി ചവിട്ടുമ്പോ ഞാൻ കരഞ്ഞേ എന്റെ പോയ ജീവിതം ഓർത്തല്ലായിരുന്നു. നിന്റെ ലീലയുടെയും ഇനിയുള്ള ഗതി ഓർത്തായിരുന്നു. ഇച്ചായി, ഇത് നിനക്കുള്ളയാ. ഇനി ഒന്നുമില്ലേ നമ്മൾ കുടിമാറിപ്പോയാ നിനക്ക് വല്ലപ്പോഴും ചേട്ടത്തി ഓർക്കാവല്ല. പിടിക്ക്.